പുതുജീവിതം ലഭിച്ച സന്തോഷത്തിലാണ് സർക്കാർ ദത്തെടുത്ത അതിദരിദ്ര കുടുംബത്തിലെ അംഗങ്ങൾ. ആധാർ കാർഡും റേഷൻ കാർഡും ഉൾപ്പെടെ അവകാശ രേഖകൾ അതിവേഗം ലഭ്യമാക്കിയ സർക്കാരിന് നന്ദി പറയുകയാണ് അവർ. ജീവിക്കണമെന്ന ആഗ്രഹം തോന്നി തുടങ്ങിയത് ഇപ്പോഴാണെന്ന് കൊച്ചിയിലെ ചില ഗുണഭോക്താക്കൾ പറയുന്നു. ഇത് തോമസ്. 16-ാം വയസ്സിൽ കണ്ണൂരിൽ നിന്നും വണ്ടി കയറി കൊച്ചിയിലെത്തിയതാണ് തോമസ്. ഇപ്പോൾ 40 വർഷം പിന്നിട്ട് കഴിഞ്ഞു. സ്ഥിരമായ ജോലിയോ മേൽവിലാസമോ ഇല്ലാത്ത തോമസ് അന്തിയുറങ്ങിയിരുന്നത് കടത്തിണ്ണയിൽ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. തോമസിന് ഇന്ന് സ്വന്തമായി റേഷൻ കാർഡും ആധാർ കാർഡും തൊഴിലുറപ്പ് കാർഡും ഒക്കെയുണ്ട്. സർക്കാർ ദത്തെടുത്തവരുടെ പട്ടികയിൽപ്പെട്ടതോടെയാണ് തോമസിന് ഇതെല്ലാം ലഭിച്ചത്. തീർന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജോലി ചെയ്തതിൻ്റെ കൂലി ലഭിക്കാൻ സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുമുണ്ട്. അലഞ്ഞു തിരിഞ്ഞു നടന്ന തനിക്ക് പുതുജീവിതം സമ്മാനിച്ച ഇടത് സർക്കാരിനെ സ്വന്തം മാതാപിതാക്കളെപ്പോലെ കാണുന്നുവെന്ന് തോമസ്. അതുകൊണ്ട് സ്വയം എന്തൊരു വ്യത്യാസം വന്ന പോലെ തോന്നുന്നു. സ്വന്തമായിട്ട് ഒരു ചെറിയ വ്യത്യാസം വന്ന പോലെ ജീവിക്കണമെന്നൊരു മനസ്സുകൊണ്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് വളരെ സന്തോഷം. എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ അച്ഛനെ അമ്മനെ പോലെ ആയിപ്പോയി. വെല്ലിംഗ്ടൺ ഐലൻഡിലെ ഒരു പഴയ കെട്ടിടമാണിപ്പോൾ തോമസിൻ്റെ താൽക്കാലിക താമസ സ്ഥലം. തോമസിന് ക്ഷേമ പെൻഷനും ഉടൻ ലഭ്യമായി തുടങ്ങും. കൊച്ചി കോർപ്പറേഷനിലെ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം വാർഡ് തലത്തിൽ നടത്തിയ സർവേയിലൂടെ കണ്ടെത്തിയ അതിദരിദ്രരുടെ പട്ടികയിൽപ്പെട്ട മറ്റൊരാളാണ് പച്ചാളത്ത് താമസിക്കുന്ന അശോകൻ. ഓട്ടോ ഡ്രൈവറായിരുന്ന അശോകൻ 11 വർഷം മുൻപുണ്ടായ അപകടത്തെ തുടർന്ന് അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന് കിടപ്പിലാണ്. സ്വന്തമായി വീടും സ്ഥലവുമില്ലാത്ത അശോകന് ഇടത് സർക്കാരിലാണ് പ്രതീക്ഷ. പിന്നെ വളരെയധികം സഹായവും അങ്ങനെയുള്ള നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഒരു സഹായം ഉണ്ടായെങ്കിലല്ലേ മുന്നോട്ട് നമുക്ക് പോകാനും കഴിയുള്ളൂ. പ്രതീക്ഷയുണ്ട്, എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 463 കുടുംബാംഗങ്ങളെയാണ് അതിദരിദ്രരുടെ പട്ടികയിൽപ്പെടുത്തി സർക്കാർ ദത്തെടുത്തിരിക്കുന്നത്. തോമസിലും അശോകനിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സർക്കാരിൻ്റെ ഈ കരുതൽ സ്പർശം. എറണാകുളം ജില്ലയിലാകെ 5650 പേരെയാണ് അതിദരിദ്രരുടെ പട്ടികയിൽപ്പെടുത്തി സർക്കാർ അതിവേഗം അവകാശം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ MP വിജയനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.